അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇസ്ലാം മാനവികതയ്ക്ക് മുൻപിൽ സമർപ്പിച്ച ഏറ്റവും മനോഹരമായ ഭാഗം അതിൻ്റെ ആദർശമാണ്. ഇന്ന് ഭൂലോകത്ത് നിലനിൽക്കുന്ന മറ്റിതര ആത്മീയ ദർശനങ്ങളിൽ നിന്ന് ഇസ്ലാമിന് വളരെ സൗന്ദര്യാത്മകമായ വ്യതിരിക്തത പ്രദാനം ചെയ്യുന്നത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ആദർശമാണ്. ഏറ്റവും സുന്ദരമായ ഏകദൈവ വിശ്വാസത്തെ ഇന്ന് മാനവ സമൂഹത്തിന് വളരെ വ്യക്തമായി യാതൊരു സംശയങ്ങളും ബാക്കിയില്ലാത്ത വിധത്തിൽ പരിചയപ്പെടുത്തുന്ന മതം ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ നിരവധി സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ പടച്ചവൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന സകല തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സുവ്യക്തമായി കടന്നു പോവുകയാണ്. പലപ്പോഴും പല ദൈവവിശ്വാസങ്ങളെയും വിശദീകരിക്കുമ്പോൾ അവ്യക്തതകൾ ബാക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി മനുഷ്യന് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും പ്രയാസമുള്ള, അവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ഗ്രാഹ്യമല്ലാത്ത പല നിലപാടുകളും ആത്മീയ ദർശനങ്ങൾ ദൈവവിശ്വാസ രംഗത്ത് മുന്നോട്ട് വെക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അത് മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവസങ്കല്പം എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നതല്ല. വളരെ കൃത്യമാണ്. ഒരാൾക്കും അതിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത, ഒരു വിശദീകരണമോ വ്യാഖ്യാനമോ ആവശ്യമില്ലാത്ത വിധത്തിൽ വളരെ സുവ്യക്തമായി വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങളിലൂടെ ദൈവവിശ്വാസത്തെ പരിചയപ്പെട്ടാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ദൈവം അവൻ ഏകനായ ദൈവമാണ്. അവൻ്റെ സമ്പൂർണമായ ഏകദൈവത്വത്തെയാണ് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്നത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ. അപ്രകാരമുള്ളവനാണ്, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. എത്രയോ സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ പാരാവാരം കണക്കെ പരന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, മുസ്ലിമിന് പഠിപ്പിക്കപ്പെടുന്ന ഏറ്റവും സുന്ദരമായ ആദർശം ഏത് എന്ന് ചോദിച്ചാൽ, ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ആദർശത്തെ മുന്നോട്ട് വെക്കുന്ന മതമാണ്, ദർശനമാണ് ഇസ്ലാം. കുറേ കാലങ്ങൾ വരെ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനത്തെ വളരെയധികം ബഹുമാനത്തോടു കൂടി വീക്ഷിച്ച ഒരു സാമൂഹിക പരിസ്ഥിതി, സാമൂഹിക അന്തരീക്ഷമായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഏകദൈവ ആരാധനയെപ്പോലും രണ്ട് വിധത്തിൽ വികൃതവൽക്കരിക്കുന്നത് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏകദൈവ ആരാധന മനുഷ്യനിൽ വളരെ സങ്കുചിതമായ ചിന്തയെ ഉണ്ടാക്കുമെന്ന് പഠിപ്പിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാം. ഏകദൈവ ആരാധന, മറ്റു ദൈവങ്ങൾ അംഗീകരിക്കാതിരിക്കലാണ് ഏകദൈവ ആരാധനയുടെ ഏറ്റവും വലിയ സവിശേഷത. പ്രപഞ്ച സൃഷ്ടാവിന് പുറമെ, യഥാർത്ഥ ദൈവത്തിന് പുറമെ, സത്യദൈവത്തിന് പുറമെ മറ്റൊരു ആരാധ്യനെയും സ്വീകരിക്കാതിരിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, പ്രകൃതിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് എന്ന് മനുഷ്യരെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു അസ്തിത്വത്തെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം കീഴ്വണങ്ങുക, അവന് മാത്രം പ്രാർത്ഥനകളും നേർച്ചകളും ബലികളും സമർപ്പിക്കുക എന്ന ആ ആദർശം എന്ന് പറയുന്നത് സങ്കുചിതത്വം ഒരു മനസ്ഥിതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും എന്ന വാദങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാൾക്കുണ്ടാകേണ്ട ഹൃദയ വിശാലത
ഏകദൈവ വിശ്വാസമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിലധികം ദൈവങ്ങൾ, എല്ലാ ആളുകളും ദൈവമെന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാത്തിനെയും ആരാധിക്കുവാനും അവയെല്ലാം അവക്ക് മുമ്പിലെല്ലാം തലകുനിക്കുവാനും അവക്കെല്ലാം സാഷ്ടാംഗം ചെയ്യാനും ഒക്കെ തുനിയുന്നത് വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് എന്നും അതിനെ ഒന്നും പറ്റില്ല, എനിക്ക് ഒറ്റ ദൈവത്തെ പറ്റൂ എന്ന് പറയുന്നത് സങ്കുചിതമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുമെന്നും അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പലപ്പോഴും സങ്കുചിതമായ ചിന്തകൾക്ക് അടിപ്പെടുകയും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ അവർക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഏകദൈവ വിശ്വാസത്തിൻ്റെ, ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ, തൗഹീദിൻ്റെ ഉപോൽപ്പന്നമാണ് എന്ന് വിശദീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ എത്രമാത്രം ബാലിശമായ, എത്രമാത്രം അടിസ്ഥാനരഹിതമായ ആരോപണമായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സമൂഹത്തിൽ ബഹുദൈവ വിശ്വാസം നിലനിന്നിരുന്ന സമൂഹങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മതി. ഏതൊരു കാലഘട്ടത്തിലും ബഹുദൈവ വിശ്വാസം സ്വീകരിച്ച സമൂഹങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാനവ ചരിത്രത്തിലെ ഏറ്റവും സങ്കുചിതമായ, ഏറ്റവും മാനവിക വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച സൊസൈറ്റികൾ, സമൂഹങ്ങൾ, അത് എപ്പോഴും ഏതാണ്? ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള സമൂഹങ്ങളിലാണ് അത്തരം ഏർപ്പാടുകൾ ഉണ്ടായത് നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിൽ പോലും, നമ്മുടെ ഇന്ത്യയിൽ പോലും ജാതീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പോലും അവസാനിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറേ ആളുകളെ താഴ്ന്നവരായി അവരുടെ ജന്മത്തിൻ്റെ പേരിൽ, അവരുടെ കളറിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അവരുടെ തൊഴിലിൻ്റെ പേരിൽ, കുലത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യനെ താഴ്ന്നവനായി കാണുക, അവരെ പരസ്പരം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ പറ്റാത്തവരും ഒക്കെയായി മനുഷ്യനെ വ്യത്യസ്ത തട്ടുകളിലേക്ക് തരം തിരിച്ച് അവർക്കിടയിലെ വിഭാഗീയതകൾ വളരെ ശക്തമായി വളർത്തിക്കൊണ്ടുവന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കാൻ പറ്റാത്ത മനുഷ്യരായി അവരെ മാറ്റിയതിൻ്റെ പിന്നിലുള്ള വിശ്വാസം, ദർശനം ഏത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഏകദൈവ വിശ്വാസമാണോ? അല്ല, ബഹുദൈവ വിശ്വാസമാണ്. ബഹുദൈവ വിശ്വാസത്തിന് അതിനെ സാധിക്കൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബഹുദൈവ വിശ്വാസത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ മതി. ബഹുദൈവ വിശ്വാസത്തിന് അതിന് മാത്രമേ സാധിക്കൂ. ആ ബഹുദൈവ വിശ്വാസത്തിലൂടെ മനുഷ്യ സമൂഹം പലപ്പോഴും പല രൂപത്തിലുള്ള വേർതിരിവുകളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. വേർതിരിവുകളെ സ്വീകരിക്കുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. അത് ചരിത്രാതീതമായ കാലം മുതൽ നമ്മൾ പരിശോധിച്ചാൽ മതി. ഏതൊരു കാലഘട്ടത്തിലും ബഹുദൈവ വിശ്വാസത്തിൽ മാനവിക സമൂഹം സമ്പൂർണമായി സമാധാനവും സമ്പൂർണമായി അവർക്കിടയിലുള്ള ഐക്യവും നിലനിന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെ ഉയർന്നവനും താഴ്ന്നവനും ഉണ്ടാകും, അവിടെ അവർണനും സവർണനും ഉണ്ടാകും, അവിടെ മേൽജാതിയും കീഴ്ജാതിയും ഉണ്ടാകും, അവിടെ ബ്രാഹ്മണനും അവിടെ ശൂദ്രനും ഉണ്ടാകും. ഇത് കൃത്യമായി ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു പരിണിത ഫലമായി സമൂഹത്തിൽ രൂപപ്പെടുന്ന ഒരു എഫക്റ്റായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതാണ് ബഹുദൈവ വിശ്വാസം. ആളുകൾ പറയുന്നത് എന്താ? ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൃദയ വിശാലതയിലേക്ക് ആളെ കൊണ്ടുപോകും. പക്ഷേ അനുഭവങ്ങൾ അങ്ങനെയല്ല. അനുഭവങ്ങൾ പഠിപ്പിച്ചത് ബഹുദൈവ വിശ്വാസം ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെട്ടു വരുന്നു. അതല്ലെങ്കിൽ ഇത്തരം ഉച്ചനീചത്വങ്ങളെ ബഹുദൈവ വിശ്വാസത്തിന്റെ ഫലമായി ആളുകൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏകദൈവ വിശ്വാസത്തിന്റെ മറുപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദൈവ വിശ്വാസത്തിന്റെ മറുപുറം എന്ന് പറഞ്ഞാൽ ഏകമാനവികതയെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഏകമാനവികതയെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ള ദർശനങ്ങളെ, ആത്മീയ ദർശനങ്ങൾ, ദൈവത്തെ പഠിപ്പിച്ച, മോക്ഷത്തെ പഠിപ്പിച്ച, മരണാനന്തര ജീവിതത്തെ പഠിപ്പിച്ച ആത്മീയ ദർശനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ദർശനങ്ങൾ മാത്രമാണ് ഏകമാനവികതയെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ നോക്കൂ. വിശുദ്ധ ഖുർആൻ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 13-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. വിശുദ്ധ ഖുർആൻ പറയാ, യാ അയ്യുഹന്നാസ്, അലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം പഠിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ഉപഗോത്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് മാനവികതയ്ക്കിടയിൽ നിലനിൽക്കുന്ന ഇത്തരം വേർതിരിവുകൾ എന്തിനു വേണ്ടിയാണ്? ലിതആറഫു,
നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മേനി നടിക്കാനോ ഒരു ഔന്നിത്യം നടിക്കാനോ മനുഷ്യന്മാർക്കിടയിൽ ഒരു വിഭാഗത്തിന് ഔന്നിത്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാനോ വേണ്ടിയിട്ടല്ല പടച്ചവൻ മനുഷ്യർക്കിടയിലെ വേർതിരിവുണ്ടാക്കിയത്. മറിച്ച് അവർക്കിടയിലെ എന്തെല്ലാം വേർതിരിവുകളുണ്ടോ, അത് വർണ്ണത്തിൻ്റെതായാലും വർഗത്തിൻ്റെതായാലും അത് വേറെ ഏത് രൂപത്തിലുള്ളതായാലും ശരി, അതെല്ലാം തന്നെ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചറിയാൻ അവർക്കൊരു വിലാസമുണ്ടാകുന്നതിന് വേണ്ടി, അതിനു വേണ്ടി മാത്രമാണ് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഈ വേർതിരിവുകൾ ഉണ്ടാക്കിയത് എന്ന് പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കാനന്നാസ് ഉമ്മത്തും വാഹിദ, മാനവ സമൂഹം ഒരൊറ്റ സമൂഹമായിരുന്നു. ഭിന്നതകളില്ലാത്ത വേർതിരിവുകളില്ലാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുകൂടായികയും തീണ്ടിക്കൂടായികയും ഇല്ലാത്ത കൃത്യമായി ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എന്ന നിലക്കുള്ള ഏകോദര സാഹോദര്യ ബന്ധം നിലനിർത്തിയ ഒന്നായിരുന്നു മാനവ സമൂഹം. വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടതാ, കാനന്നാസ് ഉമ്മത്തും വാഹിദ, മാനവ സമൂഹം ഒരൊറ്റ സമൂഹമായിരുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാ, ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുൽ ഖിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫു ഫീ. വിശുദ്ധ ഖുർആൻ പറയാ, എന്തിനാ പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ പടച്ചവൻ അയച്ചത്? മനുഷ്യന്മാർ പിന്നീട് ഭിന്നിച്ചു പോയി. ആ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനും യഥാർത്ഥത്തിലുള്ള നീതിയോടുകൂടി വിധിക്കുന്നതിനു വേണ്ടിയുമാണ് പ്രവാചകന്മാരെയും വേദഗ്രന്ഥത്തെയും പടച്ചറമ്പുരാൻ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. മാനവ സമൂഹത്തിന്റെ ഭിന്നത തീർക്കുന്നതിനു വേണ്ടി അവരാദിയിൽ ഒന്നായതുപോലെ ഏകദൈവത്തിന്റെ അടിമകളായവർ, ഏകമാനവികതയുടെ ആളുകളായവർ, അവർ ആദ്യ അവസ്ഥയിലേക്ക്, മാനവികതയിലേക്ക്, ഏകദൈവ ആരാധനയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ ആരോപണം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ ഒന്നാമത്തെ ആരോപണത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കൃത്യമായി ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ദർശനത്തിന് മാത്രമാണ് ഏകമാനവികതയെ ഉൾക്കൊള്ളാൻ സാധിക്കുക. വേറെ ഏതിനാണ് സാധിക്കുക? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും നമുക്കറിയാം എന്തുമാത്രം മനുഷ്യന്മാർ വേർതിരിക്കപ്പെട്ടിരുന്നു. ഈ രാജ്യത്ത് മാറുമറക്കാൻ അവകാശമില്ലാത്ത ആളുകളുണ്ടായി. അവരാരാണ്? അവർ താഴ്ന്നവരാണ്. അവർ താഴ്ന്നവരെന്ന് പഠിപ്പിച്ചത് ഏത് ദർശനാണ്? അവർ താഴ്ന്നവരാക്കി മാറ്റിയത്, വേറെ ചില ആളുകളെ ഉയർന്നവരാക്കി മാറ്റിയത് ഏത് ദർശനാണ്? ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ രൂപപ്പെട്ട ദർശനമാണോ? ബഹുദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ രൂപപ്പെട്ട ദർശനമാണോ? നമ്മൾ ചിന്തിക്കുക, നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒരു കാലത്തും ഒരു സമൂഹത്തിലും ശുദ്ധമായ ഏകദൈവ ആരാധന നിലനിന്ന ഒരു സമൂഹത്തിലും ജാതീയത ഉണ്ടായിട്ടില്ല. ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കി, എവിടെയെങ്കിലും മാനവ ചരിത്രത്തിന് എഴുതപ്പെട്ട രേഖകളിൽ കിടക്കുന്ന എവിടെയെങ്കിലും ശുദ്ധമായ ഏകദൈവ ആരാധന സ്വീകരിച്ച ഒരു സമൂഹത്തിൽ പിന്നെ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഉന്നതനും താഴ്ന്നവനും ഉണ്ടായിരുന്നു, സവർണനും അവർണനും ഉണ്ടായിരുന്നു, തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഒരു താളുകളിൽ നമുക്ക് കാണാൻ സാധ്യല്ല. അപ്പം മനുഷ്യനെ ഏകദൈവ ആരാധനയിലൂടെ മാത്രമാണ് ഏകദൈവ മാനവികതയെ പറ്റി പഠിപ്പിക്കാൻ പറ്റുക. അതാണ് ഇസ്ലാമിന്റെ ആദർശം. മുസ്ലിമിന്റെ അഭിമാനം അതാണ്. എൻ്റെ ആദർശം, എൻ്റെ അഭിമാനം എന്ന പ്രഖ്യാപനം അതാണ്. ഇസ്ലാമിൻ്റെ ആദർശം മുസ്ലിമിനെ സംബന്ധിച്ച് അവനെ ഈ സമൂഹത്തെ വളരെ വിശാലമായി ഉൾക്കൊള്ളാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൃത്യമായി ജാതീയതയില്ലാത്ത ഒരു സൊസൈറ്റി നമുക്ക് കാണണമെങ്കിൽ കേരളത്തിൽ പോലും മുസ്ലിം സമൂഹം അല്ലാതെ വേറെ ഏതാ ഉള്ളത്? എന്തുകൊണ്ട് മുസ്ലിം സമൂഹം ഇത്ര ക്വാളിറ്റിയുള്ള ആളുകളാണ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും? ആണോ? അല്ല. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക്, ഒരു സമുദായം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കുണ്ട് ഇവിടെ. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്കിടയിൽ ജാതീയതയില്ല, അവർക്കിടയിൽ ഈ രൂപത്തിൽ പിന്നെ അവർണനും സവർണനും ഇല്ല. എന്തുകൊണ്ട് അതുണ്ടായതിന്റെ പ്രധാന കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ. ആ ഒരു വിശ്വാസമാണ്. അങ്ങനെയുള്ള ഏകനായ റബ്ബിനെ, ഏകനായ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുന്ന ആ ഒരു ആരാധനാശീലമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ മനുഷ്യനെ വേർതിരിച്ച് പിന്നെ അവൻ ജനിച്ചത് ഇന്ന ആണിൻ്റെയും ഇന്ന പെണ്ണിൻ്റെയും മകനായി ജനിച്ചു, മകളായി ജനിച്ചു എന്നതുകൊണ്ട് അവൻ താഴ്ന്നവനാണ്, അവനോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പാടില്ലാത്തതാണ്, എൻ്റെ ഇത്ര അടിപ്പാടകലേക്ക് അവൻ വന്ന് നിൽക്കാൻ പാടില്ല, അത് വിദൂരത്തേക്ക് നിൽക്കണം, കാണാൻ പോലും പാടില്ലാത്ത പിന്നെ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കൺവട്ടത്ത് പോലും വന്ന് നിൽക്കാൻ പാടില്ലാത്ത, നിന്ന് കഴിഞ്ഞാൽ അപശകുനമായി കരുതിയിരുന്ന ജാതികൾ പോലും ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. ഇന്നും ആ ജാതീയത കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നതിന് ഒരുപാട് വർത്തമാനകാല സാഹചര്യ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം സങ്കുചിതമാക്കല്ല മാനവയെ ചെയ്തത്, മറിച്ച് അത് കൃത്യമായി മനുഷ്യ
സമൂഹത്തെ പിന്നെ ഏറ്റവും അധികം ഇഴുകിച്ചേരാനും ഐക്യപ്പെടാനും അവർക്കിടയിൽ സാഹോദര്യമുണ്ടാകാനും ഏക മാനവികതാ ബോധം അവർക്കിടയിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെ ഉയർന്ന പിന്നെ ഗോത്രത്തിൽ ജനിച്ച ഖുറൈശി ഗോത്രത്തിൽ ജനിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ അവർക്ക് പിന്നെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ താഴ്ന്ന ആളുകളായി പരിഗണിക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾക്ക് പിറകിൽ നിൽക്കുവാനും അവർ ആ ബിലാലിനെ പോലെയുള്ള ആളുകൾക്ക് സ്ഥാനം കൊടുത്തപ്പോൾ അതിന്റെ താഴെ അത് കണ്ടു നിൽക്കുന്ന പിന്നെ സാമൂഹിക സാഹചര്യം അവിടെ ഉണ്ടായത് എന്തുകൊണ്ട്? ബിലാലിനെയും അബൂബക്കറിനെയും ഉൾക്കൊള്ളാൻ ഇസ്ലാമിന്റെ ആദർശധാരക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബിലാലിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അത് തന്നെയാണ് ഉയർന്ന ഗോത്രത്തിലുള്ള അറബ് ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് എന്ത് മാനമാണോ ഇസ്ലാം കൊടുത്തത് അത്ര തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്തത്. ഇസ്ലാം അങ്ങനെ ഉൾക്കൊള്ളാൻ പഠിച്ചത്, ഇസ്ലാം അങ്ങനെ ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ് ഈ ലോകത്തെ പടച്ചത്, പ്രപഞ്ചത്തെ പടച്ചത്, മാനവരാശിയെ പടച്ചത്, അവർക്ക് വേണ്ടുന്ന സകലം പടച്ചത് അവനാണ് എങ്കിൽ അവനെ ഉൾക്കൊള്ളുന്ന കൃത്യമായി ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായി ഒരു വിശ്വാസത്തെ ഉൾക്കൊള്ളുമ്പോൾ ഏകമാനവികതയെ പ്രാപിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ അറബ് ഗോത്രത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന് സമാനമായിട്ടുള്ള താഴ്ന്ന ജാതികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ഈ ബിലാൽ റളിയല്ലാഹു പോലെയുള്ള ആളുകൾ. അവിടെ തൊട്ടുകൂടാൻ പറ്റാത്തവരുണ്ടായിരുന്നു അറേബ്യയുടെ സാഹചര്യങ്ങളിൽ. അത് മാത്രമല്ല അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൊണ്ട് കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ താഴ്ന്നവരായി ചിത്രീകരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിന്റെ പിന്നെ ഒരു മൂലയിലേക്ക് തള്ളപ്പെട്ട ആളുകൾ മക്കയിലുണ്ടായിരുന്നു. ആ മക്കയിലുണ്ടായിരുന്നു. അതേത് കാലഘട്ടത്തിലാ? മക്കയിലെ ജനസമൂഹത്തെ ബഹുദൈവ വിശ്വാസം പിന്നെ സ്വാധീനിച്ച ഘട്ടത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു. ഏകദൈവ ആരാധനയിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചു. ആളുകൾ കൂട്ടം കൂട്ടമായി ഏകദൈവ ആരാധനയിലേക്ക് വന്നു. പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പടച്ചവനെ മാത്രം ആരാധിക്കുന്ന, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ സമൂഹം വന്നപ്പോൾ അവർ തന്നെ അറിഞ്ഞില്ല അവർക്കിടയിലെ ജാതീയതകളും അവർക്കിടയിലെ വ്യവച്ഛേദനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന ബോധം അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്നത് അവർ പോലും അറിഞ്ഞില്ല. പിന്നെ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപശകുനമായ ജന്മങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചിട്ടില്ല, ഓർത്തിട്ടില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുകയാണ് ഉണ്ടായത്. എത്രത്തോളം ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം, 2 സഹാബികൾ അവർ യുദ്ധത്തിൽ പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഒരാൾക്ക് വെള്ളവുമായി എത്തുമ്പോൾ അയാൾ പറയാണ്, എനിക്കല്ല, എൻ്റെ സഹോദരൻ അവിടെ ഇതാ വെള്ളം കിട്ടാതെ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്ക്. അവിടേക്ക് വെള്ളം എത്തിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കല്ല, എൻ്റെ ആ സഹോദരന് കൊടുക്ക് എന്ന് പറയാ. തിരിച്ചു വരുമ്പോഴേക്കും ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു. എന്നാൽ അവശേഷിച്ച് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 പേരും മരണപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2 ഗോത്രങ്ങളിൽ ജനിച്ച ഉന്നതനും താഴ്ന്നവനുമായ ഗോത്രബോധം നിലനിർത്തിയ ഭൂതകാലത്തെ അവർ വിസ്മരിച്ചു. മരണത്തിന്റെ സമയത്ത് പോലും അവർക്ക് തന്റെ സാഹോദര്യം മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ വെക്കപ്പെട്ടതിന്റെ കാരണം എന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അന്നാസു കുല്ലുഹും ബനു ആദം, മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്. വആദമ ഖുലിക മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മേന്മ നടിക്കണ്ട, നിങ്ങളുടെ എല്ലാം പിതാവ് ബ്രാഹ്മണന്റെയും ശൂദ്രന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും എല്ലാം പിതാവ് എന്ന് പറഞ്ഞാൽ അതാരാണ്? ആദമാണ്. ആ ആദം കളിമണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. മേന്മകൾ നിങ്ങൾ നടിക്കണ്ട, ആർക്കും മേന്മ നടിക്കാൻ അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ആ വിശ്വാസം ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും അവരുടെ ഹൃദയങ്ങളിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകമാനവികതാ ബോധം വന്നു. സങ്കുചിതമാക്കുകയല്ല ഏകദൈവ വിശ്വാസം ചെയ്തത്, മറിച്ച് മുസ്ലിമിന്റെ ആദർശം, അവന്റെ അഭിമാനമായ ഈ ആദർശം ഇസ്ലാം, അത് കൃത്യമായി മാനവികതയെ കൊണ്ടുചെന്നത് പിന്നെ ഏറ്റവും വിശാലമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ്. ഇനി രണ്ടാമത്തെ ആരോപണം പറയാം. രണ്ടാമത്തെ ആരോപണം സ്വാഭാവികമായും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ് പിന്നെ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. അതെന്തിനു വേണ്ടി നമുക്ക് കൃത്യമാണ്. കാരണം ഇന്ത്യയിൽ രൂപപ്പെടുന്ന പിന്നെ സാമുദായികമായിട്ടുള്ള വേർതിരിവുകൾ കൂടുതൽ ശക്തമാക്കാനും ആ സാമുദായികമായ വേർതിരിവുകളിലൂടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ
അവരുടെ അധികാരങ്ങൾ നിലനിർത്താനും വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഇസ്ലാം വിമർശന തലമാണത്. അതെന്താണ്? അത് അള്ളാഹു എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ഏകദൈവത്തെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ അള്ളാഹു വാസ്തവത്തിൽ ഏകദൈവമല്ല, ഏകസത്യദൈവമല്ല. മറിച്ച് അറേബ്യൻ ഗോത്രത്തിലെ കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവമാണ്. ചില ആളുകൾ, കുറച്ചും കൂടെ വിവരദോഷം കൂടിയ ആളുകൾ, അത് ഹുബുലാണ് എന്ന് കൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ചൊക്കെ ഇതിന് കാര്യമായിട്ട് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പുന്നക്കൽ സെബാസ്റ്റ്യനെ പോലുള്ള ചില വിവരദോഷികളായിട്ടുള്ള ആളുകളാണ്. അതിന് കാര്യമായി പണിയെടുത്തു കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ഏകസത്യദൈവത്തിന്റെ പേരല്ല, മറിച്ച് അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കയിലെ ഉണ്ടായിരുന്ന ഗോത്ര ദൈവങ്ങളിൽ ഹുബുൽ എന്ന് പറയുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഏതോ ഗോത്ര ദൈവത്തിലെ ഒന്നാണത് എന്ന് വിശദീകരിക്കുന്ന കാഴ്ചപ്പാട്. അപ്പോ സ്വാഭാവികമായും ദാലിക്കുമുല്ലാഹു റബ്ബുക്കും എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയുള്ളവനാണ് അള്ളാഹുവായ നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്ന ആ വിശേഷണം. ആ അള്ളാഹര, ആ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഏകസത്യദൈവമല്ല, പ്രപഞ്ച സൃഷ്ടാവല്ല, പടച്ചവനല്ല, മറിച്ചാരാ? അത് ഗോത്രദൈവമാണ്, ഏതോ ഒരു ഗോത്രദൈവമാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ചരിത്രപരമായി വൈജ്ഞാനികമായി പച്ചക്കള്ളമാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചക്കള്ളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അതിന് ഒരു പ്രത്യേകിച്ച് വൈജ്ഞാനികമായ ഒരു പ്രത്യേക വ്യായാമങ്ങൾ നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. വെറുതെ ലോകത്ത് ലഭിക്കുന്ന ബൈബിളിന്റെ അറബിക് ട്രാൻസ്ലേഷൻ എടുത്തു നോക്കിയാൽ മതി, അറബിക് ബൈബിൾ എടുത്തു നോക്കിയാൽ മതി. അറബിക് ബൈബിൾ ഏത് സഭ പ്രസിദ്ധീകരിച്ചതായാലും മതി. അറബിക് ബൈബിളിൽ സത്യദൈവമായ യഹോവയെ വിളിച്ച പേരെന്താ? അത് മാത്രം നോക്കിയാൽ മതി. സത്യദൈവമായ യഹോവയെ വിളിച്ച പേര് അള്ളാഹുന. അങ്ങനെ വിളിക്കാത്ത ഒരു ബൈബിളിന്റെ കോപ്പിയും ഇന്ന് ലോകത്തില്ല. പുന്നക്കൽ സെബാസ്റ്റ്യൻ അല്ല, അതിന്റെ പരമ്പരകൾക്ക് പോലും ട്രൗസർ ഇട്ട് നടക്കുന്നതിന് മുമ്പ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള രേഖകളുണ്ട് ബൈബിളിന്റെ. ഇവരൊക്കെ ഇപ്പൊ ജനിച്ചിപ്പോഴല്ലേ കണ്ടുടങ്ങിയിട്ടുള്ളൂ. ഇവരുടെയൊക്കെ പരമ്പരകൾ പോലും രൂപപ്പെടുന്നതിന് മുമ്പ് ഇവിടെ ലോകത്ത് ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബൈബിളിൽ ഏക സത്യദൈവത്തെ പരിചയപ്പെടുത്തുന്ന പേരെന്താ? അള്ളാഹു. എന്തേ ഏതെങ്കിലും ഒരു ഗോത്രദൈവത്തിന്റെ, അറേബ്യൻ ഗോത്രദൈവത്തിന്റെ പേര് അതിലിടാഞ്ഞത്? എന്താ ഹുബുൽ എന്ന് പറയാഞ്ഞത്? അള്ളാഹു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? എന്താ അന്ന് അറബികൾ ആരാധിച്ചിരുന്ന ലാത്ത എന്ന് വിളിക്കാഞ്ഞത്, മനാത്ത എന്ന് വിളിക്കാഞ്ഞത്? അറബികൾ ആരാധിച്ചിരുന്ന വദ്ദിനെയും ഔദിനെയും ഔസിനെയും നസറിനെയും ഒന്നും അതിൽ ചേർക്കാഞ്ഞത് എന്താ? ബൈബിൾ ഏക സത്യദൈവത്തിന്റെ പേരായിട്ട്. കാരണം എന്താ? വിവരമുള്ളവർക്കറിയാം, അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ഏക സത്യദൈവമാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അറബികൾ വിളിക്കുന്ന പേരാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ അള്ളാഹുവാണ് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ കലഹിച്ചില്ല, എതിർത്തില്ല. അതെ, ഞങ്ങളുടെ റബ്ബ് അവനാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. മക്കയിലെ ഒരു മുശ്രിക്ക് പോലും നിങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ എതിർത്തില്ല. എന്നാൽ നിങ്ങളുടെ റബ്ബ് ലാത്ത മാത്രാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവർ സമ്മതിക്കില്ല. കാരണം ലാത്ത ഭക്തന്മാരല്ലാത്ത മനാത്ത ഭക്തന്മാർക്ക് അത് പിടിക്കുമായിരുന്നില്ല. ഇനി മനാത്തിനെ ആരാധിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് ഹുബുലാണ് നിങ്ങളുടെ ഏക രക്ഷിതാവ് റബ്ബ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ മക്കയിലെ ലാത്തിനെ ആരാധിക്കുന്നവർ, വദ്ദിനെ ആരാധിക്കുന്നവർ, യഹൂദിനെ ആരാധിക്കുന്നവർ, യഹൂസിനെ ആരാധിക്കുന്നവർ, ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോത്ര ദൈവങ്ങളെ എല്ലാം ആരാധിക്കുന്ന വിവിധ ഗോത്രത്തിൽപ്പെട്ട എല്ലാ മക്കായിലെ ജീവിച്ച ആളുകളും അവര് റബ്ബ് പടച്ചവൻ, റബ്ബ് എന്ന് പറഞ്ഞാൽ പടച്ചവൻ, അവൻ ആരാണ്? അവൻ അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചു. ആ അള്ളാഹുവിലേക്കുള്ള ശുപാർശ ചെയ്യാനുള്ള മഹത്തുക്കളാണ്, ആ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളവരാണ് ഈ പറഞ്ഞ ഈ മറ്റുള്ള ദൈവങ്ങൾ, മറ്റുള്ള ആരാധ്യന്മാർ എന്ന് ഗോത്ര ദൈവങ്ങളെ പറ്റി മക്കയിലെ മുശ്രിക്കുകൾ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പടച്ചോനെ പരിചയപ്പെടുത്താൻ ഒരു പണിയുണ്ടായില്ല. പടച്ചോനെ മാത്രം ആരാധിക്കണമെന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാണ് പണിയെടുക്കേണ്ടി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നിട്ട് ഒരു ദിവസം പോലും പ്രവാചകന് അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഖാലിഖ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ റാസിഖ്, നിങ്ങൾക്ക് ഭക്ഷണം തന്നവൻ എന്ന് ഉപജീവനം ഏർപ്പെടുത്താൻ അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞ് മക്ക മുശ്രിക്കുകളെ, മക്കയിലെ ബഹുദൈവ ആരാധകരെ പഠിപ്പിക്കേണ്ടി വന്നിരുന്നില്ല. ഒരു ദിവസം പോലും പഠിപ്പിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം എന്താ? അവരോ അത് അംഗീകരിച്ചവരാണ്.
അവരുടെ പ്രശ്നം എന്താ? ആ റബ്ബിലേക്ക്, ആ സത്യദൈവത്തിലേക്ക്, ആ പ്രപഞ്ച സ്രഷ്ടാവിലേക്ക്, അവനിലേക്ക് എത്തണമെങ്കിൽ ഹുബിലൂടെ പറ്റൂ. കാരണം ലാത്തയിലൂടെ പറ്റൂ, മനാത്തയിലൂടെ പറ്റൂ, വദ്ദിലൂടെ പറ്റൂ. കാരണം അവരിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റൂ എന്ന നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ബഹുദൈവ ആരാധകർ പിന്നെ ഇടയാളന്മാരെയും മധ്യസ്ഥന്മാരെയും സ്വീകരിക്കുന്ന പോലെ അവർ സ്വീകരിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അള്ളാഹു റബ്ബാണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ടായില്ല. അതുകൊണ്ട് കൃത്യമായി പൗരാണിക കാലം മുതൽ, അറബി ഭാഷ രൂപപ്പെട്ട കാലം മുതൽ പ്രപഞ്ച സ്രഷ്ടാവിനെ, പിന്നെ സത്യദൈവത്തെ അറബികൾ വിളിച്ച പേര് അള്ളാഹു എന്നാണ്. ആ പേരിൽ തന്നെയാണ് ബൈബിളിന്റെ അറബി പരിഭാഷകൾ സത്യദൈവത്തെ പരിചയപ്പെടുത്തിയത്, യഹോവനെ പരിചയപ്പെടുത്തിയത് അറബിയിൽ യഹോവ എന്നല്ല, മറിച്ച് അള്ളാഹു എന്നാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ എങ്ങനെ പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ബൈബിള് അറബിക് ബൈബിളുകൾ പരിചയപ്പെടുത്തിയ എന്താ? ഇബ്നുല്ലാ എന്നാണ്, അള്ളാന്റെ മോനെന്നാ. ഇബ്നുല്ലാ. എന്താ ഇബ്നു ഹുബ് എന്ന് പറയാഞ്ഞത്? എന്താ ഇബ്നു ഹുബുൽ എന്ന് പറയാഞ്ഞത്? എന്താ ഇബ്നു ലാത്ത എന്ന് പറയാഞ്ഞത്? എന്തങ്ങനെ പറയാഞ്ഞത്? അത് അംഗീകരിക്കാൻ പിന്നെ വിവരമുള്ളവർക്ക് സാധ്യല്ല. അതെല്ലാം ഗോത്രദൈവങ്ങളാണ്. ആ ഗോത്രദൈവങ്ങളുടെ മകനാണ് യേശു എന്ന് പിന്നെ ക്രൈസ്തവർക്ക്, അറേബ്യൻ ക്രൈസ്തവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ലോകത്ത് ഒരു ക്രൈസ്തവർക്കും വിശ്വാസമില്ല. മറിച്ച് അവരുടെ വാദം എന്താ? സത്യദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നാണ്. മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും, ആദർശ തലത്തിൽ അതിനോട് വിയോജിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് എന്തേ യേശുവിന്റെ പിതാവിന്റെ പേര് ചേർക്കേണ്ടടുത്ത് അള്ളാന്ന് വെക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ് വെക്കേണ്ട വന്നത്? ഏക സത്യദൈവത്തെ വിളിക്കാനുള്ള ഏക പദം അള്ളാഹ് എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വാദത്തെ കൊണ്ടുവരുന്നത്? ഈ വാദത്തെ കൊണ്ടുവരുന്നത് മുസ്ലിമീങ്ങൾ അവർ ഒരു ഗോത്രദൈവത്തെ ആരാധിക്കുന്നവരാണ്, പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നവരാണ് എന്നത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് വാസ്തവത്തിൽ ഈ രൂപത്തിലുള്ള പിന്നെ കാഴ്ചപ്പാടുകളും മറ്റും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ കൃത്യമാണ് അജണ്ടകൾ കൃത്യമാണ്. കാരണം ഇവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിക്കുക, ഹലാലി വിവാദം വരുന്നതിന്റെ എത്രയോ മുമ്പ് അള്ളാഹു ഏകസത്യ ദൈവമാണോ ഗോത്രദൈവമാണോ എന്ന ചർച്ച നടന്നു. ആ ചർച്ച നടന്നതിന് ശേഷമാണ് പിന്നെ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നത്. അതെങ്ങനെ വരുന്നത്? ഗോത്രദൈവമായ അള്ളാഹുവിന് അറുത്തത് തിന്നാൻ പറ്റോ ഇല്ലേ, അതിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചർച്ചയാണിത്. അതിന് മുന്നോടിയായിട്ട് അള്ളാഹു പിന്നെ സത്യദൈവത്തിന്റെ പേരാണോ അതോ ഗോത്രദൈവത്തിന്റെ പേരാണോ ഒരു ചർച്ച. അങ്ങനെ ചർച്ച വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിങ്ങനെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങനെ ആണോ എന്ന ചിന്ത കടത്തി വിട്ടതിന് ശേഷം പിന്നെ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ ആരുടെ പേരിൽ അറക്കുന്നത്? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അറക്കുന്നത്, എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിലാണ്. എങ്കിൽ ഗോത്രദൈവത്തിന് അറുത്തത് ക്രൈസ്തവന് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യയ്ക്ക് പുറകെ കൃസംഖ്യയും കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കൃത്യമായി സമൂഹത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ, സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കാൻ, മതപരമായ സ്പർദ്ധയുണ്ടാക്കാൻ, അങ്ങനെ ഇവിടുത്തെ പിന്നെ മതാനുയായികൾ തമ്മിൽ പരസ്പരം തെറ്റി നിന്നെങ്കിലേ, അവർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടെങ്കിലേ, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതകളും അസ്വാരസ്യതകളും നിലനിന്നെങ്കിലേ, അവർക്കിടയിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടെങ്കിലേ, അവരിൽ നിന്ന് ഇറ്റുവീഴുന്ന രക്തം അത് നക്കി കുടിച്ച് രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ഇന്ത്യയെ ഭരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെ സാധിക്കും. അതുകൊണ്ടാണ് നാടിനെന്തെങ്കിലും വികസനോ പുരോഗതി ഉണ്ടാക്കുന്നതിൽ വലിയ ശ്രദ്ധയില്ലാത്തത്. എന്തുകൊണ്ടാണ്? 4 വോട്ട് പെട്ടിയിൽ വീഴണമെങ്കിൽ 4 കലാപം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ഹിജാബ് വിവാദം നമുക്കറിയാം. എന്തിനാ ഹിജാബ് വിവാദം? ചില പിന്നെ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകളൊക്കെ ഒന്ന് അവസാനിച്ചാൽ ഹിജാബ് വിവാദം അവസാനിക്കും. അതിന് അത്രേ ഉള്ളൂ. അതിന്റെ ഒരു അജണ്ടയാണത്. അത് കൊണ്ടുവരും, ഇവിടെ പ്രശ്നം ഉണ്ടാക്കും, ഹിന്ദു മുസ്ലിം തിരിവുകൾ ഉണ്ടാക്കും, അങ്ങനെ വോട്ട് തങ്ങളുടെ പൊട്ടിയിലേക്ക് കൊണ്ടുപോരും. ഒരു മനുഷ്യനും ഇവിടെ പിന്നെ നിത്യോപയോഗ സാധനത്തിന് വില കൂടിയതിനെ പറ്റിയിട്ട് പ്രതിഷേധമില്ല. മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ സാധനങ്ങൾക്ക്, അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതിഷേധമുണ്ടോ? ഇല്ല. കാരണം എന്താ? വർഗീയതാണ് മനസ്സ് നിറച്ച്, അപരമത വിദ്വേഷമാണ് മനസ്സ് നിറച്ച്. അതിങ്ങനെ നിറച്ച് കിടക്കുമ്പോൾ പിന്നെ ഭരണകൂടത്തിന്റെ ഇത്തരം പോരായ്മകളിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇലക്ഷൻ വരുമ്പോൾ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാവും, ഒരു ഹിജാബ് പ്രശ്നം ഉണ്ടാകും, ഒരു പിന്നെ ഹലാലി വിവാദം ഉണ്ടാകും, ഏതെങ്കിലും മതപരമായ ഒരു പ്രശ്നം എടുത്തിടും, അതിന്റെ പേരിൽ അങ്ങനെ കലാപം ഉണ്ടാവും, ഒരു പിന്നെ ഗോവധ നിരോധനമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ പുറകിൽ അങ്ങനെ ചേരിതിരിവുണ്ടാകും, വർഗീയത ഉണ്ടാകും. അപ്പോൾ വോട്ട് അങ്ങോട്ടേക്ക് പോകും. ആളുകൾക്ക് കൃത്യമായി ഈ രാജ്യത്ത് ഭീകരവാദവും തീവ്രവാദവും സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയക്കാരനാണ്. അതിന് അവർക്ക് പിന്നെ കയ്യിലെടുക്കാൻ പറ്റുന്ന മതാനുയായികളെയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ ആദർശം
അത് വളരെ സുവ്യക്തമാണ്, സുതാര്യമാണ്, മാനവികതയ്ക്ക് സ്വീകരിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്തതാണ്. വളരെ എളുപ്പം അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ആദർശമാണ് ഇസ്ലാമിൻ്റെത്. ആ ആദർശം പിന്നെ വിശ്വമാനവികതയെ ഉൾക്കൊള്ളുന്ന, മാനവ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന, മനുഷ്യ സൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും ഉൾക്കൊള്ളുന്ന ആദർശമാണ്. ആ ആദർശം നിലനിന്ന ഭൂമികയിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള മാനവികതയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ. ബാക്കിയെല്ലാം ബഹുദൈവത്വം സ്വാധീനിച്ച സമൂഹങ്ങളിൽ നിലനിന്നിരുന്നത് ശൂദ്രന് കൊടുക്കേണ്ട ശിക്ഷ അതേ കുറ്റം ചെയ്ത ബ്രാഹ്മണന് കൊടുക്കേണ്ട ശിക്ഷ, അനീതി നിറഞ്ഞ നീതി വിരുദ്ധമായ ഇരട്ട നീതി നിറഞ്ഞ ഉയർന്നവനും താഴ്ന്നവനുമുള്ള നിയമങ്ങളായിരിക്കും അത്തരം പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ബഹുദൈവ വിശ്വാസത്തിന്റെ സ്വാധീനമാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ സ്വാധീനം മാനവികതയെ ഒന്നിപ്പിക്കാനും നന്നാക്കാനുമുള്ള സ്വാധീനമാണ് അതുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ ആദർശം, അത് മുസ്ലിമിന്റെ അഭിമാനമാണ്. ഏത് പരിതസ്ഥിതിയിലും ഏത് രംഗത്തും ആ ആദർശത്തിന്റെ പ്രഖ്യാപനം മുസ്ലിം നടത്തിക്കൊണ്ടിരിക്കും. അത് ഇത്തരം കലാപങ്ങളും ഇത്തരം പ്രകോപനങ്ങളും സൃഷ്ടിച്ച് ഈ ആദർശ പ്രബോധന പ്രചരണ പ്രക്രിയകളെ നിർത്താം എന്ന് വിചാരിക്കുന്നത് അത് ബുദ്ധിശൂന്യത മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന്റെ ആദർശം അഭിമാനത്തോടുകൂടി സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാനും സ്വീകരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.